ജ്യേഷ്ഠനും എൻ്റെ കട്ടിലിരുന്ന് ജ്യേഷ്ഠനും ഗിരീഷ് പുത്തഞ്ചേരിയോട് ഇങ്ങനെ സംസാരിച്ചിട്ടുമ്പോഴത്തേക്കും ജ്യേഷ്ഠൻ പറഞ്ഞ് ഞങ്ങൾ ഈ പാട്ടും പടമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിർത്തും, സിനിമയിൽ നമുക്ക് പറ്റൂല, നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി പറഞ്ഞ് സിനിമയിൽ നിർത്താൻ പോണ, ഇത്രയൊക്കെ പാട്ടൊക്കെ ചെയ്തിട്ട് ഇത്രയും വലിയ ഹിറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനി സിനിമ എന്തിനാണ് നിർത്തണം ഞങ്ങൾ? അതല്ല. അപ്പോൾ പല ആൾക്കാരും പറഞ്ഞ് പേടിപ്പിച്ചു, സിനിമയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര രാഗവിവരം വേണം എന്നൊക്കെ പറഞ്ഞിട്ട്, രാഗത്തിൽ അഗ്രഗണ്യന്മാരായിരിക്കണം, എന്നാലേ സിനിമ പാട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കതൊന്നുമില്ല. പിന്നെ ഇതിന് വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോവാണ്, ഞങ്ങൾക്ക് വേറെ പണിയുണ്ടല്ലോ, സർക്കാർ പണിയുണ്ട്, അത് പോയി ഞങ്ങൾ ജീവിച്ചോളാം, പിന്നെ കാസറ്റ് വർക്കിനൊക്കെ ഇത്ര മതി, ഇത്രയൊക്കെ വിവരം മതി. അപ്പോൾ ഒരു ചെറിയ മുറുക്കിയിട്ട് പുള്ളി പറഞ്ഞ്, എൻ്റെ ഇഗ്നേഷ്യസ് ഒരു കാര്യം ഞാൻ പറയട്ടെ, തേന്മാവൻകൊമ്പത്ത് ചെയ്യാൻ വേണ്ടി ചെമ്മാങ്കുടി സാമിനെയും കണ്ണദാസിനെയും കൂടി പേടിച്ച് ഒരു വീട്ടിൽ വെച്ചിട്ട് ഒരു മുറിയിലെത്തി ഒരു മാസം കൊടുത്താലും അവർക്ക് കറുത്ത വണ്ണിയം വരില്ല, ഒന്നും വരില്ല, മാനം തെളിഞ്ഞാൻ വരില്ല. അതിന് വേണി ഇഗ്നേഷ്യസും ഗിരീഷ് പുത്തഞ്ചേരി തന്നെ വേണം. അത് വേറൊരു ക്രാഫ്റ്റാണത്. അതുകൊണ്ട് ഒരുപാട് രാഗം പഠിച്ചുകൊണ്ട് മാത്രം സിനിമയിൽ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വേണം, നിങ്ങൾ സിനിമയുടെ ആൾക്കാരാണ്, നിങ്ങൾ ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ഇതിന് പോകരുതെന്ന് പറയും. അതൊരു വലിയൊരു മോട്ടിവേഷനായിരുന്നു എനിക്ക്. അപ്പം അത് മതിയല്ലേ. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ അടുത്തടുത്ത സിനിമകൾ പിടിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ നമ്മൾ പിടിക്കില്ലായിരുന്നു. അങ്ങനെ ആ ഒരു വാക്ക് ഞങ്ങൾക്ക് വളരെയധികം മോട്ടിവേഷൻ തന്നിട്ടുണ്ട്, ഭയങ്കര പ്രോത്സാഹനം.